Appendix J. DCM and DCMC change form. A district committee member and a district committee member chair change form. US and Canada. Area, effective date. അതായത് എയിലെ ജില്ലാ കമ്മിറ്റി അംഗം അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പർ ആൻഡ് ജില്ലാ കമ്മിറ്റി ചെയർമാൻ DCMC ജില്ലാ കമ്മിറ്റിയുടെ ചെയർമാൻ വിവരമാറ്റ ഫോമിനെയാണ് DCM ആൻഡ് DCMC ചേഞ്ച് ഫോം എന്ന് പറയുന്നത്. US ആൻഡ് കാനഡയിൽ അത് ഉപയോഗിക്കുന്നതിന് ആദ്യം ഏരിയ നമ്പർ കൊടുക്കണം. ഒരു ഏരിയയ്ക്ക് ഒരു നമ്പർ ഉണ്ട്, അത് കൊടുക്കണം. പ്രാബല്യത്തിൽ വരുന്ന തീയതി, അതിൽ എഫക്റ്റീവ് ഡേറ്റ് എന്ന് മുതലാണ് അദ്ദേഹം ചാർജ് എടുക്കുന്നത്, അത് കൊടുക്കണം. ഔട്ട് ഗോയിങ് DCMന്റെ ഡീറ്റെയിൽ ആണ് പിന്നെ കൊടുക്കേണ്ടത്. ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പർ, അതായത് പുറത്തേക്ക് പോകുന്ന DCM, സ്ഥാനമൊഴിയുന്ന DCM, ഔട്ട് ഗോയിങ് ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പർ, അതിന്റെ ഡിസ്ട്രിക്ട് ആദ്യം കൊടുക്കണം. ജില്ലാ നമ്പർ, അതിന്റെ ഡിസ്ട്രിക്ട് നമ്പർ കൊടുക്കണം ആദ്യം. ഡിസ്ട്രിക്ട് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ആണോ സ്പാനിഷ് ആണോ ഫ്രഞ്ച് ആണോ എന്ന് കൊടുക്കണം. ജില്ലയിലെ ഭാഷ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച്. പിന്നെ കൊടുക്കേണ്ടത് പേരാണ്. അദ്ദേഹത്തിന്റെ പേര് കൊടുക്കണം, അദ്ദേഹത്തിന്റെ വിലാസം കൊടുക്കണം, പേരും അഡ്രസ്സും. പിന്നെ സിറ്റി കൊടുക്കണം, നഗരം ഏതാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൊവിൻസ്, ഏത് സംസ്ഥാനത്താണ്, ഏത് പ്രവിശ്യയിലാണെന്ന് കൊടുക്കണം. അല്ലെങ്കിൽ പോസ്റ്റൽ കോഡ് കൊടുക്കണം. ഇമെയിലും ടെലിഫോൺ നമ്പറും കൊടുക്കണം. പിന്നെ ഈ ഫോണ് ഉപയോഗിക്കുന്നത് ടെലിഫോൺ ഹോമിന്റെ ആണോ ബിസിനസിന്റെ ആണോ എന്ന് കൂടി കൊടുക്കണം. പിന്നെ ഔട്ട് ഗോയിങ് DCM ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പർ ചെയർ, സ്ഥാനമൊഴിയുന്ന DCMCയുടെ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പർ ചെയർ, സ്ഥാനമൊഴിയുന്ന DCMC ഔട്ട് ഗോയിങ് ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പർ ചെയറിന്റെ ജില്ലാ നമ്പർ കൊടുക്കണം. ഡിസ്ട്രിക്ട് പ്ലീസ് ഇൻഡിക്കേറ്റ് ഡിസ്ട്രിക്ട് നമ്പർ, ജില്ലാ നമ്പർ. പിന്നെ ജില്ലയിലെ ഭാഷ, ഇംഗ്ലീഷ് ആണോ സ്പാനിഷ് ആണോ ഫ്രഞ്ച് ആണോ. പിന്നെ നെയിം, അദ്ദേഹത്തിന്റെ പേര്, അഡ്രസ്, വിലാസം. സിറ്റി, നഗരം. സ്റ്റേറ്റ് ആൻഡ് പ്രൊവിൻസ്, സംസ്ഥാന പ്രവിശ്യ. പോസ്റ്റൽ കോഡ് അല്ലെങ്കിൽ ഫോൺ നമ്പർ. ഇമെയിൽ, ടെലിഫോൺ, അദ്ദേഹത്തിന്റെ ടെലിഫോൺ, അത് വീട്ടിലെ ടെലിഫോണാണോ ബിസിനസ്സിലെ ടെലിഫോണാണോ എന്ന് കൊടുക്കണം. അതിനുശേഷം പുതിയ DCM വരുന്നുണ്ടല്ലോ, അത് ഇൻകമിംഗ് DCM എന്നാണ് പറയുന്നത്, ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പർ. അപ്പൊ പഴയ DCMന്റെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തതിന് ശേഷം പുതിയ ഔട്ട് ഗോയിങ് DCM, ഇൻകമിംഗ് DCM എന്ന് വെച്ചാൽ ഇതൊക്കെ സിസ്റ്റത്തിൽ കയറ്റാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇൻകമിംഗ് DCMന്റെ ഡിസ്ട്രിക്റ്റിന്റെ നമ്പർ കൊടുക്കണം. ഡിസ്ട്രിക്ട് ലാംഗ്വേജ്, ഇംഗ്ലീഷ്, സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച്. അതായത് ജില്ലയിലെ ഭാഷ ഏതാണ്, അത് ഇംഗ്ലീഷ് ആണോ സ്പാനിഷ് ആണോ ഫ്രഞ്ച് ഗ്രൂപ്പിന്റെ ആണോ എന്ന് നോക്കണം. പിന്നെ എന്താണ്, നെയിം, പേര്. പിന്നെ വിലാസം, അഡ്രസ്, സിറ്റി, നഗരം, സംസ്ഥാനം പ്രവിശ്യ, സ്റ്റേറ്റ് പ്രൊവിൻസ്. പോസ്റ്റൽ കോഡ് കൊടുക്കണം, ഇമെയിൽ അഡ്രസ് കൊടുക്കണം, ടെലിഫോൺ നമ്പർ കൊടുക്കണം. ഹോമിന്റെ ആണോ ബിസിനസിന്റെ ആണോ എന്ന് കൊടുക്കണം. അതിനുശേഷം ഇൻകമിംഗ് DCMCയുടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പർ ചെയറിന്റെയും കൊടുക്കണം. ഡിസ്ട്രിക്റ്റിന് നമ്പർ ഉണ്ട്, ഡിസ്ട്രിക്റ്റിന്റെ നമ്പർ ഇവിടെ കൊടുക്കണം. കൂടാതെ ഡിസ്ട്രിക്ട് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ആൻഡ് സ്പാനിഷ്, ഫ്രഞ്ച്. പിന്നെ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ അഡ്രസ്സ്, അദ്ദേഹത്തിന്റെ സിറ്റി, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് പ്രൊവിൻസ്, പോസ്റ്റൽ കോഡ്, ഇമെയിൽ, ടെലിഫോൺ ഹോം ആണോ ബിസിനസ് ആണോ എന്ന് കൊടുക്കണം. അപ്പോ പുറത്തേക്ക് പോകുന്ന DCMന്റെ ഡീറ്റെയിൽ കൊടുക്കണം, ഇൻകമിംഗ് DCMന്റെ ഡീറ്റെയിൽ കൊടുക്കണം. പുറത്തേക്ക് പോകുന്ന ഔട്ട് ഗോയിങ് DCMCയുടെ ഇത് കൊടുക്കണം. ഇൻകമിംഗ് DCMC ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പർ ചെയർ ചെയ്യുന്ന ആളുടെ ഇതും ഡീറ്റെയിലും കൊടുക്കണം. 3 ways to return this form to GSO. 3 വഴികളാണുള്ളത്. ഒന്ന്, നമുക്ക് തപാലിൽ അയക്കാം. വേൾഡ് സർവീസ് ഇൻകോർപ്പറേറ്റഡ്, ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ, PO ബോക്സ് 459, ന്യൂയോർക്ക് 10163 എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ അറ്റൻഷൻ മെമ്പർ സർവീസ് 212-870-3003, അതായത് ഫാക്സ് ചെയ്യാം. അതല്ലെങ്കിൽ മെമ്പർ സർവീസ് @AORG ഇമെയിൽ ചെയ്യാം. ഇത് പറഞ്ഞുകൊണ്ടാണ് ആ 3 കാര്യം.